എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് 8-10-11 വാക്യങ്ങൾ. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാഹളം ഊതുന്നതിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്ന മഹാമാരികൾ അനുതാപം പ്രതീക്ഷിച്ച് ഉള്ളതാണ് എന്ന് 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ കാഹളത്തിനുള്ള ധർമ്മവുമായി ഇതിന് അടുത്ത ബന്ധമാണുള്ളത്. പാപപരിഹാര ദിനത്തിലേക്ക് ആനയിക്കുന്ന ആത്മതപന ദിവസങ്ങളിൽ ആദ്യത്തേത് കാഹളം ധ്വനിപ്പിച്ച് വിളംബരം ചെയ്യുന്ന സ്മരണ ദിനമാണ്. അത് ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഇവിടുത്തെ വേദഭാഗത്ത് ആദ്യത്തെ 4 മുദ്രകൾ ഒന്നിച്ച് ഒരു വിഭാഗമായിരിക്കുന്നത് പോലെയാണ് ആദ്യത്തെ 4 കാഹളങ്ങൾ. ഇവ ഈജിപ്റ്റ്, സോർ, ബാബിലോൺ ആദിയായ മർദ്ദകാധികാരങ്ങൾക്കെതിരെയുള്ള വേദഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത്തരം അധികാര ശക്തികളെ തകർക്കുന്നതിനും അവയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം നേടുന്നതിനും എത്രമാത്രം നാശവും ദുരിതവും വേണ്ടിവരുമെന്നാണ് ഇത് കാണിക്കുന്നത്. സൃഷ്ടിയല്ല, മർദ്ദക ശക്തികളാണ് ആക്രമണ ലക്ഷ്യമെന്നും ഇത് ഓർപ്പിക്കുന്നു. കൽമഴയും അഗ്നിയും ഈജിപ്തിലെ 7-ാമത്തെ ബാധയെ അനുസ്മരിപ്പിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്ന രക്തവും ഇതിനോട് ചേർത്തിരിക്കുന്നു. രക്തം കലർന്ന കൽമഴ, തീ. വാക്യങ്ങളിലെ വീഴുന്ന മല യിരെമ്യാവ് 51-ൽ പറയുന്ന ബാബിലോണിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം. തിന്മയുടെ സ്വയം വിനാശ ശക്തിയാണ് ഇത് കാണിക്കുന്നത്. പർവ്വതങ്ങൾ രാഷ്ട്രങ്ങളുടെ ഗർവിന് പ്രതീകമായാണ് പലപ്പോഴും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ബാബിലോണിനെയും മറ്റും കാണിക്കുന്ന ഉദാഹരണങ്ങൾ അതാണ്. യോഹന്നാന്റെ കാലത്തെ റോമാ സാമ്രാജ്യം സമുദ്ര വ്യാപാരത്തിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചതിനാൽ സമുദ്ര വ്യാപാരത്തിൽ അടിത്തറയുണ്ടായിരുന്ന മറ്റൊരു ശക്തിയുടെ തലസ്ഥാനത്തെക്കുറിച്ച് ഓർമ്മ ഉണർത്തിവിടുന്നു. അതാണ് സോർ എന്ന് പറയുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം, ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണുന്നു. 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും കാഹളങ്ങൾ പ്രകൃതി ശക്തികൾ ദൈവത്തിൻ്റെ മഹിമയ്ക്ക് മുൻപിൽ സാഷ്ടാംഗം വീഴുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തെ വിടുവിക്കുന്നതിനായി അയച്ച ബാധകളോട് സമാനമാണ് ഇവിടെ പറയുന്ന സംഭവങ്ങളെല്ലാം. 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നാണ് പേര്. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഈ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എപ്രകാരമാണ് വിമോചന പാതയായി തീരുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ, മഹാപ്രകാശത്തോടുകൂടി ആകാശത്ത് നിന്ന് വീഴുന്ന നക്ഷത്രത്തിന്
എല്ലാ തരത്തിലും പ്രപഞ്ചത്തിനു മേൽ സ്വാധീനമുണ്ട്. മുൻ കാഹളനാദം സമുദ്രത്തിൽ വരുത്തിയതിന് സമാനമായ ഒരു മാറ്റമാണ് ഇവിടെ നദികളിൽ ഉണ്ടാകുന്നത്. തീഗോളം ഭൂമിയിലെ വെള്ളത്തിന് നാശം വരുത്തുന്ന കാഴ്ച വളരെ ഭീതിതമാണ്. അത് കയ്പായി തീരുകയും ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഉപയോഗശൂന്യമായ ജലം അനേകം പേരുടെ നാശത്തിന് വഴിവെക്കുന്നു. ഇത് തീർച്ചയായും അമാനുഷികമായ ഒരു അനുഭവം തന്നെയാണ്. ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നിടത്ത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ സംഭവങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. കയ്പ് രസം വെറുപ്പിനെയും ഭയത്തെയും അസഹിഷ്ണുതയെയും സൂചിപ്പിക്കുന്നു. അതാണ് നക്ഷത്രത്തിൻ്റെ വീഴ്ചയിലൂടെ സംഭവിക്കുന്നത്. 1/3 പേർ മാത്രം മരിച്ചു എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. ബാക്കിയുള്ളവർക്ക് ദൈവത്തിലേക്ക് തിരിയാനുള്ള ശരിയായ മുന്നറിയിപ്പ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർക്ക് വരുന്ന അനിവാര്യമായ നാശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ കാഹളനാദത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് നൽകുന്ന സുപ്രധാനമായ ദിശാബോധം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദിമസഭയുടെ ആരാധനയുടെ ദൈവശാസ്ത്രം തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിനെ എത്രമാത്രം വിപുലമായി ഉപയോഗിക്കാമോ അത്രയും വിപുലമായി തന്നെ ഉപയോഗിക്കുകയും പ്രപഞ്ചത്തിലെയും ചരിത്രത്തിലെയും ദൈവിക ഇടപെടലിനോട് വിശ്വാസ സമൂഹം എപ്രകാരം പ്രതികരിക്കും എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ദൂതന്മാർ കാഹളനാദം കേൾപ്പിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അക്കാലത്തെ സ്വർഗീയ ദൂത സംഘം എന്ന ആശയം തന്നെയാണ്. 7 പേരുടെ സാമീപ്യം വളരെയധികം ദൈവിക സാമീപ്യത്തെ വെളിപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിലെ ദൈവിക ഇടപെടലിൻ്റെ നിത്യമായ അടയാളമാണ് ബാധകളെക്കുറിച്ചുള്ള പ്രതീകങ്ങൾ നൽകുന്നത്. അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം തികച്ചും ദുഷ്കരമാണ്. കാരണം പഴയ നിയമത്തിലും പ്രവാസാനന്തര കാലഘട്ടങ്ങളിലും കാണുന്ന ബാധകളുടെ കടന്നുവരവ് ദൈവിക വെളിപ്പാടിനെയും ന്യായവിധിയെയുമാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തക രചയിതാവ് വാദഗതികളെ ആഴത്തിൽ അവതരിപ്പിക്കുന്നതിനായി അപ്പോകാലിപ്റ്റിക് ചിഹ്നങ്ങളെ വളരെ സമൃദ്ധമായി അവതരിപ്പിക്കുകയാണ്. അതേസമയം നിരവധി വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഉദാഹരണത്തിന് 8-ാം അധ്യായത്തിൻ്റെ 7-ൽ എല്ലാ പുല്ലും ഉണങ്ങിയതായി പറയുന്നു. എന്നാൽ 9-ന്റെ 4-ൽ ശേഷിക്കുന്നവയുണ്ട് എന്ന് കാണുന്നു. 6-ന്റെ 13-ൽ നക്ഷത്രങ്ങൾ വീണതായും 8-ാം അധ്യായത്തിൻ്റെ 12-ൽ നക്ഷത്രങ്ങൾ വീണ്ടും നശിക്കുന്നതായും പരാമർശിക്കുന്നു. ഇതിൻ്റെ അർത്ഥം സുതാര്യമാണ്. ലഭ്യമായ എല്ലാ സ്രോതസ്സും ഉപയോഗിച്ച് യോഹന്നാൻ തൻ്റെ ദർശനത്തെ അല്ലെങ്കിൽ ദർശനാധിഷ്ഠിതമായ വാദഗതികളെ സമർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിന് പ്രപഞ്ചത്തോട് ഇടപെടാൻ പ്രകൃതി ശക്തികളെ ഉപയോഗിക്കുന്നു എന്ന പഴയ നിയമവിശ്വാസത്തെ കുറച്ചും കൂടെ മനസ്സിലാകുന്ന തരത്തിൽ യോഹന്നാൻ ഉപയോഗിക്കുന്നു. എപ്പോഴും പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന ഒരു ദർശനം വേദപുസ്തകം നൽകുന്നില്ല. പഴയ നിയമത്തിൽ വെള്ളത്താൽ ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുമ്പോഴും അതിൽ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ശേഷിപ്പ്, അതിന് റംനൻ്റ് എന്നാണ് പറയുക, അത് ദൈവം തമ്പുരാൻ അങ്ങനെ കാത്തു സൂക്ഷിച്ചു. ഇവിടെയും മുഴുവനും നശിക്കുന്നില്ല, 1/3 നശിക്കുന്നതായി ചിത്രീകരിക്കുന്നു. അപ്പോൾ കർത്താവ് വീണ്ടും നമ്മിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു, മടങ്ങി വരവ് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ
അടയാളം എന്ന വിധത്തിൽ, ഓർമ്മപ്പെടുത്തൽ എന്ന വിധത്തിൽ പ്രകൃതി ശക്തികളോടുകൂടെ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുമ്പോൾ നമ്മളത് നിസ്സാരമായി കാണരുത്, ഗൗരവമായി എടുക്കുകയും ദൈവത്തെങ്കിലേക്ക് മനം തിരിയേണ്ടിയും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തെ ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴികാട്ടിയായിരിക്കണമേ, ആലോചകനായിരിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങൾക്ക് വചനാടിസ്ഥാനത്തിൽ കൈമുതലായി നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിഴലിൽ കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.